കൊച്ചിയിൽ കാര്യമായ തർക്കങ്ങൾ കോർപ്പറേഷനിൽ നിലനിന്നിരുന്ന ഒരു വിധം അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കാര്യമായ അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല. കാരണം UDF-ന് കാര്യമായ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. അപ്പോൾ കോർപ്പറേഷനിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? മറ്റിടങ്ങളിലേക്ക് പോയാൽ എന്താണ് അവസ്ഥ? പ്രത്യേകിച്ച് പാല വലിയ ഉദ്യോഗയും ആകാംക്ഷയും ഒരുപക്ഷെ കൗതുകമൊക്കെ നിറഞ്ഞ ഒരിടമായിരുന്നു പാല. അവിടെ ഒരു 21-കാരി ദിയ നഗരസഭ അധ്യക്ഷയാകാൻ പോകുന്നു എന്ന കാര്യം കൂടിയുണ്ട്. അപ്പോൾ പാലായിലെ അടക്കം വിശേഷങ്ങൾ പറയും. സൈഫുദ്ദീൻ ജിൽസി, കൊച്ചി കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ ഏതാണ്ട് ഇന്നലെ വൈകി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിയുക്ത മേയറും ഡെപ്യൂട്ടി മേയറും ഇവർക്കൊക്കെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ദീപ്തി മേരീസ് വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. സ്വാഭാവികമായും ഇന്ന് അവർ നഗരസഭ ഈ കോർപ്പറേഷനിൽ വരുമ്പോൾ ഇവർക്ക് ആശംസകൾ അർപ്പിച്ചിട്ടുള്ള മറ്റു പ്രതികരണങ്ങളുണ്ടാവും. ഇന്നലെ സംസാരിച്ചപ്പോഴും ഇപ്പോൾ ഇനി മറ്റു വിവാദങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പറയാനുള്ളത് മറ്റു ഫോറങ്ങളിൽ പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ സംസാരം ഒതുക്കുകയാണ്. ആ പ്രശ്നങ്ങൾ ഏതാണ്ട് അവസാനിച്ചു. മാത്രമല്ല, മുസ്ലിം ലീഗാണ് കൊച്ചി കോർപ്പറേഷനിൽ മറ്റു ചില അവരുടെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഡെപ്യൂട്ടി മേയർഷിപ്പ് വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതും ഒരു ഏകദേശ ധാരണ അത് സംബന്ധിച്ചു. ഒരു വർഷത്തേക്ക് ഒരു ടേമിൽ അവർക്ക് ഡെപ്യൂട്ടി മേയർഷിപ്പ് നൽകാനുള്ള ഒരു ധാരണ UDF-നകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പ്രശ്നങ്ങൾക്കും താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. രാവിലെ 10:30 VK മിനിമോളും അതോടൊപ്പം തന്നെ ദീപക് ജോയിയും UDF-ന്റെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളാണ്. അവരെന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാവിലെ അത്തരം നടപടികളിലേക്ക് കടക്കും. മറ്റൊന്ന് സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടയത്തെ സംബന്ധിച്ചാണ്. കോട്ടയത്ത് പാലാ നഗരസഭയിൽ ഒരു കുടുംബത്തിലെ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകളും സഹോദരനും ബിനുവും ഉൾപ്പെടെയുള്ള 3 പേർ അവരുടെ പിന്തുണ UDF-നുണ്ട്. ആ ഒരു ധാരണയിൽ UDF പാലാ നഗരസഭയിൽ ഭരണത്തിലേക്ക് വരികയാണ്. ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകൾ ദിയ പുളിക്കക്കണ്ടം അവിടെ 21-കാരി, സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ 21-കാരി ഒരു നഗരസഭാധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണ്. അത് തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. ആ ചർച്ചയിൽ പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജും അതോടൊപ്പം തന്നെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. അത് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ 3 അംഗങ്ങളുടെ പിന്തുണ UDF ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ 21-കാരി അവിടെ 21-കാരി നഗരസഭാ അധ്യക്ഷയാവുകയാണ്. ആ തരത്തിൽ അവിടെയും മറ്റു തർക്കങ്ങളില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തൃപ്പൂണിത്തുറ നഗരസഭയാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും BJP 21 സീറ്റുമായി തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. പക്ഷേ വോട്ടെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് തൊട്ട് പിന്നിൽ LDF-ന് 20 അംഗങ്ങളുണ്ട്, UDF-ന് 7 അംഗങ്ങളുണ്ട്. ഇന്ത്യ സഖ്യം അവിടെ വർക്കൗട്ട് ആകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. പക്ഷേ UDF-മായി ചേർന്ന് ഭരണം പിടിക്കാൻ താല്പര്യമില്ല എന്ന് LDF അറിയിച്ചൊരു സാഹചര്യത്തിൽ അതൊരു പ്രതിസന്ധിയാണ്. BJP അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ആരുടെ പിന്തുണ അവർക്ക് ലഭ്യമാകും എന്നൊരു കാര്യത്തിൽ അതൊരു പ്രത്യേകമായി തന്നെ ഇന്ന് മധ്യകേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഏലൂർ ഇതേപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പിന്തുണയോടുകൂടി LDF സ്വതന്ത്രരുടെ പിന്തുണ അങ്ങനെ ആ രൂപത്തിൽ ഭരണത്തിലേക്ക് വരാനുള്ള ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. പക്ഷേ UDF അതോടൊപ്പം തന്നെ പ്രബല വിഭാഗം മറ്റു ചില സ്വതന്ത്രർ ആ രൂപത്തിൽ വരാൻ സാധ്യതയില്ല. എങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ നടന്നാൽ അതും വലിയ രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിമാറും. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അങ്കമാലിയിൽ തൂക്കുസഭയാണ്. സ്വതന്ത്രർ ഒപ്പം നിന്നാൽ അവിടെ UDF-ന് ഭരണം ലഭ്യമാകും. ആ ഒരു തരത്തിൽ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ പോവുക എന്നത് ഉൾപ്പെടെ പ്രധാനമാണ്. കൊച്ചി നഗരസഭയിൽ ഇത്രയധികം ചർച്ചകൾ വന്നൊരു സാഹചര്യത്തിൽ പക്ഷെ അവിടെ ഒട്ടും ഭരണത്തിനെ സംബന്ധിച്ചൊരു തർക്കമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ UDF-ന് ആധിപത്യമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ തർക്കമില്ല. പക്ഷേ തൃപ്പൂണിത്തുറയും മറ്റു ചില ഈ സ്വതന്ത്രരുടെ പിന്തുണയുള്ള സ്ഥലങ്ങളൊക്കെ എന്തായാലും വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സൈഫുദ്ദീൻ ജിൽസി. ശരി മുസ്തഫ, അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മളിങ്ങനെ സാഗൂതം വീക്ഷിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ. ഇനിയിപ്പോൾ